അസ്സലാമു അലൈക്കും. കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആ സ്നാക്ക് ആയി വരാൻ 9 ദിവസം വേണ്ടി വരും. 9 ദിവസമാണ് അത് പാകമായി വരാൻ എടുക്കുന്ന ടൈം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 9 ദിവസം, അതെന്തിനാ 9 ദിവസം? ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഗ്യാസ് വേണ്ട, കറണ്ട് വേണ്ട, വിറക് വേണ്ട, തീയോ പുകയോ ഒന്നും വേണ്ട. ഇത് വെയിലത്ത് വെച്ചിട്ടാണ് പാകം ചെയ്യുന്നത്. നല്ല വെയിൽ ഈ സമയത്ത്, ഈ സമ്മർ വെക്കേഷനിൽ ടൈമിൽ നമുക്ക് ആ സമയത്താണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം. എന്ന് വെച്ചാൽ നല്ല വെയിലാണല്ലോ. ഇത് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും കഴിയും. ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മളതിന് എടുക്കുന്നത്, നേന്ത്രപ്പഴം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ലേ എന്തായിരിക്കും ഇത്? നമ്മുടെ തലശ്ശേരി ഭാഗത്ത് എല്ലാവർക്കും അറിയായിരിക്കും. ഉടവാഴയ്ക്ക നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട്, പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഇത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് ചെയ്യുന്നത്. എൻ്റെ ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് മാത്രം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രം 1 കിലോ 2 കിലോ പഴം കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഉടവാഴയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 കിലോ പഴം എടുത്തിട്ടുണ്ട്. ഇതൊരു 50-55 പീസ് ഉണ്ടാവും. ഇത് ഞാൻ എൻ്റെ ഷോപ്പിലേക്ക്, എൻ്റെ കാറ്ററിങ്ങോടൊപ്പം ഞാനൊരു ഫുഡിൻ്റെ ഔട്ട്ലെറ്റ് നടത്തുന്നുണ്ട്. അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കൂടുതൽ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുക്കാം. ഇതിപ്പോൾ 2 ബാസ്ക്കറ്റിലേക്കുള്ളതുണ്ട്. 2 ബാസ്ക്കറ്റിൽ നിറയെ ഉണ്ട്. ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ ചെറുതായി ഒരു ബാസ്ക്കറ്റിൽ മാത്രമായിട്ട് ആവും. 10 കിലോ പഴത്തിൻ്റെ തൊലിയെല്ലാം പോകുമ്പോഴേക്കും അത് 5 കിലോ ആയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ 9 ദിവസം ഉണങ്ങി കഴിയുമ്പോഴേക്കും പിന്നെ അതിനെയും പകുതിയാവും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. ഞാൻ ഒരു ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറെല്ലാം വിരിച്ചിട്ടാണ് ഇത് ഉണക്കാൻ വെക്കുന്നത്. നല്ല വെയിലുണ്ട്. ഒന്നാമത്തെ ദിവസം നമുക്കിത് മുഴുവനായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ 3 ദിവസം ആകുമ്പോഴേക്കും ഒരുവിധം നന്നായിട്ട് ഇത് വാടിയതുപോലെയാവും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ ആണിത്. കാക്കകളും കിളികളും വന്ന് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ മുകളിൽ ഒരു നെറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും, വെയിലെല്ലാം പോയി കഴിയുമ്പോഴേക്കും ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഉടവാഴയ്ക്ക നമ്മൾ പുറത്ത് വെയിലത്ത് വെച്ചാണ് പാകം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈച്ചകളും പ്രാണികളും ഉറുമ്പുകളും എല്ലാം വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ ടെറസിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നായ്ക്കളും പൂച്ചകളൊന്നും വരില്ല. അതുകൊണ്ട് ടെറസിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഉണക്കിയെടുക്കണം. ഇത് നമ്മൾ അകത്തെടുത്ത് വെച്ചിട്ട് നെറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് വെയിലിൻ്റെ ചൂടെല്ലാം ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫാനിട്ട് വെക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം വീണ്ടും ഞാൻ വെയിലത്ത് തന്നെ എടുത്ത് വെക്കുന്നു. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം അതൊന്നും കൂടി ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്.
നമുക്കിത് വീണ്ടും എടുത്തകത്ത് വെക്കാം. ഇത് മൂന്നാമത്തെ ദിവസം വൈകുന്നേരമാണ്. പഴം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. മൂന്ന് ദിവസം കഴിഞ്ഞു. ഇത് നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസം നമുക്കിത് പഴത്തിനെ നെടുകെ കത്തി കൊണ്ട് കീറിയെടുത്തിട്ട് അതിനെ മലർത്തി വെക്കണം. എന്നിട്ട് അകത്തെ ഭാഗം നമുക്ക് ഉണക്കിയെടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ കത്തി കൊണ്ട് നടുഭാഗം തന്നെ കീറിയിട്ട് കൈ കൊണ്ട് നല്ലോണം അത് മലർത്തി വെക്കണം. അപ്പോൾ അത് പരന്ന് കിട്ടും രണ്ട് ഭാഗവും. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽക്കേ ഉണ്ടാക്കുന്നൊരു വിഭവമാണ്. പണ്ടുള്ളവർ ഹജ്ജിന് പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉടവാഴക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറാണ് പതിവ് എന്ന് പറയാറുണ്ട്. ഇപ്പോഴും നമുക്ക് വിദേശത്തും ദൂര സ്ഥലത്തെല്ലാം കൊടുത്തേക്കാൻ, നമ്മുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഗൾഫിലും മറ്റും പോകുന്ന നമ്മുടെ സ്വന്തക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും അത് കേടുകൂടാണ്ടിരിക്കും. പക്ഷേ ഇത് അവർ കുറേ ദിവസമൊന്നും വയ്ക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റാണിത്. പെട്ടെന്ന് തന്നെ അത് കഴിച്ച് തീർക്കും. ഇത് കണ്ടോ, പഴത്തിനകത്തുള്ള ജ്യൂസെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാലാമത്തെ ദിവസം നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് വെയിലത്ത് വെക്കാം. അപ്പം നമുക്കിത് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇനി 3 ദിവസം ഉണക്കിയെടുക്കണം. നമ്മളിനി ഇതിൻ്റെ മുകളിൽ നെറ്റ് വിരിക്കുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീലിൻ്റെ ഗ്ലാസ്സുകളും ചുറ്റിലും വെച്ചിട്ട് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് ജ്യൂസെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈച്ചകളും ഉറുമ്പുകളെല്ലാം വന്നിട്ട് നെറ്റിൻ്റെ പുറത്തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പൊക്കി വെച്ചിട്ടുള്ളത്. പിന്നെ താഴത്ത് ടേബിളിന് ചുറ്റും ഞാൻ ഉറുമ്പും മറ്റു പ്രാണികളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോക്ക് കൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4-ാം ദിവസം വൈകുന്നേരം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി അകത്തെടുത്ത് വെക്കാം. നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ.
ഇപ്പോൾ ഇത് 3 ദിവസം ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞു, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കമഴ്ത്തി വെച്ചിട്ട് 3 ദിവസം കൂടി ഉണക്കണം. ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് നമുക്ക് 3 ദിവസം കൂടി ഉണക്കിയെടുക്കണം. അങ്ങനെ 7-ാം ദിവസം, 8-ാം ദിവസം, 9-ാം ദിവസം അങ്ങനെ 3 ദിവസം കൂടി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ 9 ദിവസമായി കഴിഞ്ഞു. ഇനി ചെറിയൊരു പണി കൂടിയുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ റെഡിയായി. ഇത് 10-ാം ദിവസം. ഈ 10-ാം ദിവസം നമുക്കൊരു ചെറിയ പണി കൂടിയുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊരു പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറയാം. നല്ല ഒട്ടുന്ന പാകത്തിലായിരിക്കണം. രണ്ട് കപ്പ് പഞ്ചസാരയിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് സിറപ്പാക്കിയെടുത്തതാണ് ഞാനിത്. നല്ല ഒട്ടുന്ന പാകത്തിലാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു പകുതി ചെറുനാരങ്ങയും കൂടി ചേർക്കണം. നല്ല ഒട്ടുന്ന പാകത്തിലായിരിക്കണം കേട്ടോ. ഇനി ഓരോ ഉടവാഴയ്ക്ക എടുത്തിട്ട് ഈ സിറപ്പിലേക്ക് ഇട്ട് ഒന്ന് മുക്കിയെടുക്കണം. ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക, എന്നിട്ടൊന്ന് മാറ്റി വെക്കുക. കൂടുതൽ മധുരം ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് കുറേശ്ശെ സിറപ്പ് എടുത്തിട്ട് ഇതിനൊന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി. ഉടവാഴക്ക റെഡിയായി കഴിഞ്ഞു. കാണാനൊരു ലുക്കൊന്നും ഇല്ലെങ്കിലും 9 ദിവസം കിടന്ന് ഉണങ്ങിയതല്ലേ, അപ്പോൾ ഒരു ലുക്കും ഉണ്ടാവില്ല. ടേസ്റ്റിയാണ്.
നല്ല ഉണങ്ങി ഹാർഡായിട്ടുണ്ട്, പിന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ 1 കിലോ 2 കിലോ പഴം വാങ്ങിച്ചിട്ട് നേരിയതായിട്ട് മുറിച്ചിട്ട് ഒരു 5-6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.